അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ ചേട്ടനും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. മഹാരാഷ്ട്രക്കാരനാണ്. ഇതാണ് അടുത്ത കേവ്. ഒരുപാട് കേവ്സ് ഉണ്ട്. മുഗളുടെ എംപറർമാരാണ് ഇവിടുത്തെ എന്താ പറയുക ശില്പങ്ങളൊക്കെ നശിപ്പിച്ചതെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? നോക്കാം. തുമർലാനോറ സീതാക്കി നഹാനി ശിവ ടെമ്പിൾ. ഓ, ഇത് ശിവ ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. ഉള്ളിലോട്ട് പോയി നോക്കാം. സൂപ്പർ बनाएंगे ചപ്പലിട്ടോ അതൊക്കെ ഷൂട്ടിട്ടില്ലേ ഗൈഡൊക്കെ. ഭദ്രകാളിയാണ്. നമുക്ക് ഭദ്രകാളി, ഇവിടെ വേറെ എന്തെങ്കിലും ശിവനും പാർവതിയും. പാർവതിയാണ്. അതെ അതെ, ശിവനും പാർവതി അല്ലേ. ബ്രഹ്മാവ് താഴെയുണ്ട്. ബ്രഹ്മാവോ? ഇത് 4 തല. ദേവഗണങ്ങളൊക്കെ ഉണ്ട്. ശിവനും പാർവതി തന്നെയായിരിക്കും. ശിവനും പാർവതി ഒരു ഡൗട്ടില്ല. ഇതിൻ്റെ തൂണുകളാണ് അതിഭീകരമായിട്ട് ഇതിനെ കൊത്തിയെടുത്തിട്ടുള്ളത്. ഒരു മെഷീൻ ഇല്ലാണ്ട് എങ്ങനെ? അതാണ്, മെഷീൻ ഇല്ലാന്ന് നമ്മൾക്ക് തോന്നലല്ലേ, നമ്മളല്ലേ പറയുന്നത് മെഷീൻ ഇല്ല. മെഷീന് അവശേഷിപ്പോണ്ടേ? മെഷീൻ ഉണ്ടാവും. ബാറ്ററി പവർ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് കിട്ടിയ അറിവ്. അതെ അതെ, ശിവ ടെമ്പിളാണ് അവിടെ. എന്തുണ്ട്? ശിവലിംഗമുണ്ട്. ഓക്കെ, ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? ബ്രാഹ്മണി मंत्र. Yes, read here. A mantra just like mantra. मंत्र. Yes, read that. No, you can translate on Google. Okay. You know, computer. അത് നമുക്ക് ഗൂഗിളിൽ പിന്നെ സ്ക്രീൻഷോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബ്രഹ്മലിപിയാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മലിപിച്ച ബ്രാഹ്മൺ ആണോ? അതെ അതെ, അങ്ങനെയാണോ? ആയിരിക്കും. ലിപികളെ കുറിച്ച് നമ്മൾ പഠിക്കണ ഉണ്ടോ? വലിയ വലിയ ചിത്രങ്ങളാണ്. മുകളിലൊക്കെ ചായൻ്റെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കുറേ പൊളിഞ്ഞു പോയതാണ്. ഈ മുഗൾ രാജവംശത്തിൻ്റെ സമയത്ത് എന്തെന്നാണ് പറഞ്ഞത്? നശിപ്പിച്ചു എന്നോ? അവർ നശിപ്പിച്ചു എന്ന്. അവരാണ് ഇതിൻ്റെ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ കുറേ മുഖമൊക്കെ അടിച്ച് തകർത്തത്. എന്തുകൊണ്ടായിരിക്കും? അവർക്കിഷ്ടമല്ല. അവരവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള ഇതിനെ കളയുന്നതായിരിക്കും. മുഗൾ രാജവംശത്തിൽ ഏത് വിശ്വാസമായിരിക്കും ഉണ്ടായിരുന്നത്? മുസ്ലിം രാജവംശം. മുസ്ലിം രാജവംശം? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. നീ അങ്ങനെയൊന്നും ചോദിക്കല്ലേ. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയാം. ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മളങ്ങ് കേട്ടു എന്നല്ലാണ്ട് എന്തായാലും ആരും തകർക്കാണ്ട് ഇങ്ങനെ പോവില്ല. കല്ലല്ലേ. ഓ, ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് സെറ്റപ്പാണല്ലോ. വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള പ്രത്യേക സെറ്റപ്പുകൾ, ചാലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അഴുക്കുചാല് സംവിധാനമാണ് അവിടെ ഏറ്റവും സവിശേഷമായ മറ്റൊരു കാര്യം. അല്ലാതെ ഉണ്ടല്ലേ, ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെയൊക്കെ മെഡിറ്റേഷൻ ഇരിക്കുന്നു, എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചൊന്നും പിക്ചറുകളൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ അപ്പുറ സൈഡിലേക്കുണ്ട്. അതിനെ മിന്നൽ കത്തിയേരിയും പൊട്ടുപോലെ തൊട്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പാട്ട് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ സൃഷ്ടിയെക്കുറിച്ചിട്ട്. ഇവിടെ എല്ലായിടത്തും ഒരു കുഴിയുണ്ട്. ഈ കുഴി എന്തിനുള്ളതാണെന്ന് മനസ്സിലായില്ല. ഹോമകുണ്ടങ്ങളാണോ? ആയിരിക്കും. അല്ലാതെ വേറെ തന്നെയല്ലല്ലേ. നമുക്കിവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കുന്ന, എക്സ്ക്യൂസ് മീ,
ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ. സൈഡിൽ കൂടെ താഴെ കൂടെ എക്സിറ്റ് ഉണ്ട് കേട്ടോ. അവിടെയും പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാം. അടച്ചു വെച്ചിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളി മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്ന് വിചാരിക്കാം. ഇവിടെ വെള്ളമുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടുന്നത് ഇവിടെ നിന്നായിരുന്നു. നമ്മൾ ഈ സൈഡിൽ കൂടി ഇറങ്ങി അതിലിങ്ങനെ അവിടേക്ക് പോകാമായിരുന്നു. പക്ഷെ അത് ബ്ലോക്ക്ഡ് ആകുന്നല്ലേ? എന്തിനാ അവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? കാണണ്ടേ ആളുകൾ? ഈ മലേൻ്റെ മേലെ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഇവിടെയും സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലേ? അല്ലല്ല, ഇത് ഉറവയായിരിക്കും ചിലപ്പോൾ. ഉണ്ട്, അതിന് വെള്ളം ഒഴുകി പോകല്ലേ. ഇവിടെ ഇപ്പം വേനൽക്കാലമല്ലേ, നല്ല ചൂടല്ലായിരുന്നോ? പക്ഷെ വെള്ളം ഉണ്ടല്ലോ, നല്ല വാട്ടറാണ്. അതായത് ഈ നാട്ടുവഴിയിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നോക്കുക, അവിടേക്ക് മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് സംഗതികളൊക്കെ ഉണ്ട്. ബ്ലോക്ക്ഡ് ആണോ അത്? നമുക്ക് അതിൽ പോകാൻ പറ്റും നോക്കാം. ഇത് പശുവിൻ്റെ വാല് പിടിച്ചിരിക്കുന്ന ഒരു കുട്ടി. ഇത് പുരാണം മൊത്തം പഠിക്കണം എങ്കിലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. എന്നാലും മനസ്സിലാവില്ല. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതും കഴിഞ്ഞു. ഇതേപോലത്തെ കുറേ കേവ്സാണ് ഇവിടെ ഉള്ളത്. എല്ലാം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. കട്ടിങ്ങൊക്കെ നോക്ക്, 6 കഷ്ണം കട്ട് ചെയ്തെടുത്തേക്കുന്നു. ഇപ്പോൾ നമ്മൾ റോഡൊക്കെ നാഷണൽ ഹൈവേയൊക്കെ പണിയുമ്പോൾ മലയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് കാണാം. അതൊന്നും ഒരു എന്താ പറയുക, ഷേപ്പിലല്ല. കാരണം അവരൊക്കെ പൊട്ടിച്ചെടുക്കുന്നൊന്നല്ലേ ഉള്ളൂ, ഇത് കട്ട് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് അടുത്ത് നമ്മുടെ വാഹനം വരാൻ വേണ്ടി ആ മരത്തണലിൽ പോയി വെയിറ്റ് ചെയ്യാം.